തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കേരള ഹാർട്ട് ആൻഡ് ഫൗണ്ടേഷനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സും സംയുക്തമായി ലോക ഹൃദയ ദിനം ആചരിക്കുന്നു. ലോക ഹൃദയം എല്ലാ സെപ്റ്റംബർ മാസവും 29-ാം തീയതിയാണ് ആചരിക്കുന്നത്. അപ്പം ഈ മാസം 29-ാം തീയതി തിങ്കളാഴ്ചയാണ് ലോക ഹൃദയ ദിനം, വേൾഡ് ഹാർട്ട് ഡേ. പക്ഷേ അന്ന് വർക്കിംഗ് ഡേ ആയതിനാലും ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ പ്രോജക്റ്റ് അന്നേ ദിവസം ഉദ്ഘാടനം ആയതിനാലും വേൾഡ് ഹാർട്ട് ഡേ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് സെലിബ്രേറ്റ് ചെയ്യുന്നത് 28-ാം തീയതി ഞായറാഴ്ച ദിവസം രാവിലെയാണ്. സെപ്റ്റംബർ 29-ന് ലോകമെമ്പാടും ഹൃദയ ദിനമായി ആചരിക്കുകയാണല്ലോ. ഒരു സ്പന്ദനം പോലും നഷ്ടപ്പെടരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന മുദ്രാവാക്യം. ലോക ഹൃദയ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഈ വരുന്ന സെപ്റ്റംബർ 28-ാം തീയതി ഞായറാഴ്ച ഡോട്ട് മിസ് എ ബീറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവിധ പരിപാടികളിലൂടെ ആചരിക്കുന്നു. മെഡിക്കൽ ഇൻ്റർവെൻഷൻ പോലെ തന്നെ പ്രധാനമാണ് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് പൊതുജനങ്ങളിൽ, പബ്ലിക്കിൽ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ ഹാർട്ട് ഫൗണ്ടേഷൻ. അതിനും കൂടെ നിയമിതമായ ഒരു സംവിധാനമാണ്, സർക്കാരിൻ്റെ ഒരു സംവിധാനമാണ് ഹാർട്ട് ഫൗണ്ടേഷൻ. പ്രധാനമായും വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗവുമായി ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഹൃദയ ദിനത്തിൻ്റെ ഭാഗമായി എന്തൊക്കെ ആരോഗ്യ ജീവിത ശൈലി വ്യത്യാസങ്ങളിലൂടെ ഹൃദയാരോഗ്യം ഉറപ്പുവരുത്താം, എക്സസൈസുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, കഠിനമായ എക്സസൈസ് ഗുണമാണോ ദോഷമാണോ, ആരോഗ്യ ഭക്ഷണശീലങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഇവ സംബന്ധിച്ച് വിദഗ്ധരായ ആളുകളുടെ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും സംശയ നിവാരണ അവസരങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്ന ഹൃദ്രോഗികളുടെ എണ്ണം അഭൂതപൂർവ്വമായി വർദ്ധിക്കുകയാണ്. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 40,000 ഹൃദ്രോഗികളാണ് OPയിൽ മാത്രം പരിചരിച്ചത്. ഒരു മാസം 400 ആൻജിയോപ്ലാസ്റ്റികളാണ് ചെയ്തു വരുന്നത്. ഇതിൽ 200ഓളം ആൻജിയോപ്ലാസ്റ്റികൾ ഹൃദയാഘാതം മൂലം അടിയന്തരമായ സാഹചര്യത്തിൽ പ്രവേശിപ്പിക്കുന്ന രോഗികളിലാണ് ചെയ്യേണ്ടി വരുന്നത്. ഹൃദയദിനത്തോടനുബന്ധിച്ച് ഒരു ഹൃദ്രോഗ പരിശോധന ക്യാമ്പും 20 പേർക്ക് രക്തപരിശോധനയും സൗജന്യമായി നടത്തുന്നുണ്ട്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.